കഴിഞ്ഞ ദിവസമാണ് നൂറ, ആദില നൂറയിലെ നൂറയുടെ ലൈഫ് സ്റ്റോറി ബിഗ് ബോസിൽ പങ്കുവെച്ചത്. അപ്പോൾ അത് ലൈവ് പോർഷനിലാണ് ആ ഒരു സ്റ്റോറിയുടെ കട്ട്സ് വന്നിട്ടുള്ളത്. അതെവിടെയും പോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഉപ്പാനെക്കുറിച്ചും ഒരു നെക്ലേസിനെ കുറിച്ച് പറയുന്നതൊക്കെ ആ പോർഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി അനുഭവിച്ച, ആ കുട്ടി എന്തിൽ നിന്നാണോ സർവൈവ് ചെയ്ത് വന്നത് ആ പോർഷൻസ് ഒന്നും എവിടെയും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല, എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലച്ചു 4th സീസൺ ആണോ സ്നേഹ? 4th സീസണിലാണ് ലച്ചു അല്ലേ? 5th മാരാര സീസൺ അല്ലേ? യെസ്, 5th സീസണിലെ ലച്ചുവിൻ്റെ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ കുട്ടി അനുഭവിച്ച ഹരാസ്മെൻറ്റ്സ് ആൻഡ് ആ കുട്ടി സർവൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ, ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ ആ കുട്ടി തുറന്നു പറഞ്ഞപ്പോൾ അത് എവിടെയും കേസായിട്ടോ അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യാത്ത അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനത്തെ ഒരു TV ഷോനകത്ത് വന്നിരുന്ന് പറയുമ്പോൾ വരുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ബേസിസിലാണ് തോന്നുന്നു ഇപ്രാവശ്യം നൂറ അനുഭവിച്ച ലൈഫിലെ ഏറ്റവും ഒരു കുട്ടിക്കാലത്ത് ഒരു കുട്ടി അനുഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അനുഭവിച്ചതിൻ്റെ ട്രോമ ഈ കുട്ടിക്കുള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ചാനലാണ്, അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ. ഐ കംപ്ലീറ്റ്ലി അവരുടെ ഒരു ആ ഒരു സൈഡ് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ആസ് എ കണ്ടസ്റ്റൻറ്റ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇത് പറയണം, നമ്മുടെ സർവൈവൽ സ്റ്റോറി പറയണം, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ലോകം അറിയണം, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ലോകം നമ്മൾ എന്ത് ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്, ചെറുപ്പകാലത്ത് എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചതെന്നുള്ളത് അറിയണം എന്നുള്ളത് ബിഗ് ബോസിൽ പോകുന്ന ഓരോ കണ്ടസ്റ്റൻസും ആ സ്റ്റോറി പ്രിപ്പയർ ചെയ്തിട്ടേ പോകുള്ളൂ. ഓക്കെ, അതവർ പറയാൻ റെഡി ആയിട്ട് മെൻ്റലി എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് അവർ പോവുക. അപ്പോൾ ഇവർ ആ സ്റ്റോറി ആദില പറഞ്ഞു, നൂറ പറഞ്ഞു. ആദിലയുടെ സ്റ്റോറിയും എനിക്കൊരു ഫുൾ കംപ്ലീറ്റ് കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ദർ ഈസ് ലോട്ട് മോർ കുറേ കാര്യങ്ങളുണ്ട് ആദിലേൻ്റെത്. ഇനി അത് അവിടെ പറഞ്ഞത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുറത്ത് വരാത്തതാണോ എന്നും എനിക്കറിയില്ല. നൂറയുടെ കേസിലിപ്പോൾ എന്താണെങ്കിലും ലൈവ് കണ്ട പോർഷൻസ് കുറേ ആൾക്കാർ പോസ്റ്റ് ചെയ്തുകൊണ്ട് അത് കിട്ടി. ഇനി അതിൽ കൂടുതൽ നൂറ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ മേ ബി ആ പോർഷൻസും അവർക്ക് കട്ട് ചെയ്ത് മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും നൂറ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. നിങ്ങൾ പല ചാനലിലായിട്ട് കണ്ടിട്ടുണ്ടാവും. എനിക്കിതിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പാർട്ട്ണറിനോടും എൻ്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th ആ ഒരു ടൈമിൽ, എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ പാവാടയും പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. ബുദ്ധിമുവരമില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോവുക. അപ്പോൾ ഒരാള് എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ച്. അപ്പൊ ഞാന് കാണിച്ചു തരാം, ഞാൻ വണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയാം, ബുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം. അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ചാൽ. എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അറബി അറിഞ്ഞൂടാ, അയാൾ അറബിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് ഞാൻ അയാളെ കൂടെ പോയി. അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, ടെറസിമിലേക്ക്. അപ്പോൾ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാളെന്റെ കഴുത്തിൽ അത് വെച്ചു. അയാള് എന്തൊക്കെയോ ഫൈൻ. 2 വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡില്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പാരൻസിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഓലെന്ത് വിചാരിക്കും, ഓൽക്ക് വിഷമാവോ പറഞ്ഞാല്, ഇനി ഓലത് കേട്ട പോലെ എന്താക്കി റിയാക്ട് ചെയ്യുക, എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ, അടിച്ചിടുവോ. എനിക്ക് ഭയങ്കര ആരോടും പറയാനും പറ്റുന്നില്ല, ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ആയിട്ടുള്ളൊരു സമയമായിരുന്നു ചെറുപ്പകാലം. ഈ നൂറ പറഞ്ഞ ഈ ചെറുപ്പകാലത്തിലെ നൂറ അനുഭവിച്ച കാര്യങ്ങൾ ഓക്കെ 2 പ്രാവശ്യം എന്നാണ് പറയുന്നത്. അതിലൊരു പ്രാവശ്യം നടന്ന കാര്യത്തിനെ കുറിച്ചാണ് നൂറ സംസാരിക്കുന്നത്. ഒരു അറബി സൗദി അറേബ്യയിൽ വെച്ച്
നൂറയോട് വഴി ചോദിച്ചു എന്നുള്ള അപ്പോൾ വഴി ചോദിക്കാൻ വേണ്ടി തന്നെ അവിടെ പോകണമെന്നില്ല. അയാൾക്ക് ജസ്റ്റ് ഒരു കാരണമാണ് ആ കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കത്തി കാണിച്ചു, ആ കുട്ടി അയാൾ എടുത്തു കൊണ്ടുപോയി. ഇതാണ് നൂറ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും വലിയൊരു ഷോയിൽ, കോടിക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു ഷോയിൽ ഇവർ വന്നിട്ടൊരു അതൊരു പെൺകുട്ടി സ്വന്തം ലൈഫിൽ നടന്നൊരു കാര്യം ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി കൊണ്ടുവന്ന് വെക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക്? അല്ല, ഈ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടിടേ കുറേ കമൻറ്റ് ബോക്സിനകത്തുണ്ട് കുറേ അധികം ആളുകൾ അനിയമിതിൻ്റെ സ്റ്റോറി പോലെ ഇതൊരു കഥയല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. ഇത് ചോദിക്കുന്നവർക്ക് ഒരു ലേശം ഉളുപ്പ് വേണ്ടേ? ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇവർ പറയുന്ന കാര്യങ്ങൾ അത്രയും പെയിൻഫുള്ളായിട്ടാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് ഒരാൾ തുറന്നു പറയുകയാണ്. അവർ സർവൈവ് ചെയ്ത് വന്ന അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയാണ്. ഇനി ഇതിൽ സംശയമുള്ളവർക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. ഇത് എനിക്കറിയുന്ന കേസായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതറിയുന്ന പലരും ഇവിടെ ഉണ്ട്. ഇപ്പം ഈ സൊസൈറ്റിയിൽ ഈ നൂറയുടെ കാര്യം അറിയുന്ന പലരും ഉണ്ട്. ഓക്കെ, ഈ കുട്ടി പറഞ്ഞ പോലെ കുട്ടി ഷെയർ ചെയ്തൊരു സിസ്റ്ററുണ്ട്, പാർട്ട്ണറുണ്ട്. ദേ ക്യാൻ ഷെയർ ടു സംവൺ എൽസ്. അവർക്കത് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യാം. ഓക്കെ, നൂറയ്ക്കത് അറിയണമെന്നില്ല. ബട്ട് സം അതർ പീപ്പിൾ ആർ ദെയർ ഈ വിഷയം കംപ്ലീറ്റ്ലി അറിയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാനൊരു കമൻറ്റ് ചെയ്യാനിവിടെ സൈഡിലെടുത്ത് വെക്കാം. ഈ കമൻറ്റിൽ ഇയാൾ എഴുതിയിട്ടുള്ളത് എന്താണെന്നറിയോ? എന്തോന്ന് രോമം, ഒരു തവണയെങ്കിലും ഗൾഫിൽ ജീവിച്ച ആൾ പോലും ഇമ്മാതിരി നുണക്കഥ വിശ്വസിക്കില്ല. ഒരു കുഞ്ഞിൻ്റെ അടുത്ത് അറബി വന്ന് വഴി ചോദിച്ചു പോലും. അതെന്താ, ഒരു അറബി വഴി ചോദിക്കാൻ വേണ്ടി മാത്രമേ വരൂ? അയാൾ ആ വഴി ചോദിക്കുക എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫേസ്, ഒരു മാസ്ക് ഇട്ട പോലെ വന്നിട്ട് അതൊരു വഴി ചോദിക്കുന്ന രീതിയിൽ വന്ന് ചോദിച്ചൂടെ? ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ, ഒരു കുട്ടിയെ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ അയാൾക്ക് ജസ്റ്റ് ആ കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു രീതി മാത്രമായിക്കൂടെ ആ വഴി ചോദിക്കുന്നത്? ഇപ്പം പൊട്ടറാണോ എഴുതിയാൻ? അതും വിദേശിയായൊരു കുട്ടിയുടെ അടുത്ത്. അത് വിദേശിയായ കുട്ടി, സ്വദേശിയായ കുട്ടി എന്നൊക്കെ ഉണ്ട്. ഒരു കുട്ടിയാണ് അവൻ ആവശ്യം. ഒരു പെൺകുട്ടിയെ എടുക്കാൻ വന്നവനാണെന്നുണ്ടെങ്കിൽ അവൻ സ്വദേശി വിദേശി നിന്നും നോക്കില്ലടാ മണ്ട. വണ്ടിയിൽ നിന്നും ഇറങ്ങാത്തവരാണ് അറബികൾ. അതെ, കക്കൂസും ബെഡും ഒക്കെ ആയിട്ട് അതിൽ തന്നെ തൂറി കിടന്നുറങ്ങുന്നവരാണല്ലോ, കുളിച്ച് പെടുത്ത് കിടന്നുറങ്ങുന്നവരാണ് അറബികൾ. ഈ കണ്ട അറബികൾ അങ്ങനെയായിരിക്കും അല്ലേ? അറബി പെണ്ണുങ്ങളെല്ലാം സൗന്ദര്യമുള്ള ഒരു പെണ്ണും ലോകത്തിലില്ല. അവന്മാർക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ഉള്ളവരോട് ഒന്നും ലൈംഗികത കലർന്ന ഒന്നും തോന്നാറില്ല. എടാ, ഒരു ഇങ്ങനത്തെ വൃത്തികെട്ട മെൻറ്റാലിറ്റി ഉള്ള ഒരുത്തനെ അറബി പെണ്ണ്, ഭംഗിയുള്ള പെണ്ണ്, ഭംഗി കൂടിയ പെണ്ണ്, തൊലി വെളുത്ത പെണ്ണ്, അങ്ങനെയൊന്നും ഉണ്ടാവൂല. മനസ്സിലായില്ലേ? ഈയൊക്കെ ഏത് ക്യാപ്സ്യൂളാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. 22 വർഷമായി ഞാൻ പ്രവാസിയായിട്ട്. ഈ ഏത് പ്രവാസിയാണ്? വീട്ടിൻ്റെ പുറത്തുള്ള കക്കൂസ് പോയിരുന്ന ഈ പ്രവാസിയാവുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. വീട് വിട്ടാൽ പ്രവാസിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങനത്തെ ഒരു പ്രവാസിയായിരിക്കും. ഇങ്ങനൊരു സംഭവം ആരെങ്കിലും കേൾവി പോലുമില്ല. എത്ര കേട്ടുകേൾവില്ലാത്ത സംഭവങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. ഓരോ സ്ത്രീകളും പുരുഷന്മാരും അനുഭവിക്കുന്ന കഥകളൊക്കെ എല്ലാം പുറത്തു വന്നിട്ടുണ്ടോ? അന്നേരമാണ് ഇവളുടെ ഉഡായിപ്പ് കഥ. അറബിയായ ഒരാൾ ആ നാട്ടിലെ വഴി എട്ടും പൊട്ടും തിരിയാത്ത വിദേശിയായ നിന്നോട് ചോദിച്ചു, എന്നിട്ട് നീ നേരെ വഴി കാണിച്ചു കൊടുത്തത് അടുത്ത ബിൽഡിങ്ങിലെ ടെറസിലേക്ക്. കൊള്ളാടി മോളെ, SN സ്വാമി എഴുതുമോ ഇതുപോലൊരു തിരക്കഥ? ഇതിട്ട മണ്ടനോടാണ് പറയുന്നത്. ഇതുപോലെ കുറേ മണ്ടന്മാർ ഇതിനടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളോടാണ് പറയുന്നത്. ആ അറബി ആരാന്ന് ഈ കുട്ടിക്കേ അറിയാത്തുള്ളൂ. ആ അറബിക്ക് ഈ കുട്ടിയെ അറിയുമെങ്കിൽ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയില്ല, പക്ഷെ എനിക്കിത് പറയണമെന്നുണ്ട്, കംപ്ലീറ്റ് പറയണമെന്നുണ്ട്. അത് അവർ വന്നിട്ട് പറയട്ടെ, നൂറ വന്ന് പറയട്ടെ, നൂറ വന്ന് പറയണം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാതെ തന്നെ പറയും. നിങ്ങൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ആ അറബിക്ക് ഈ കുട്ടിയെ അറിയുമെങ്കിൽ, ആ അറബി കുറേ ദിവസമായിട്ട് ഈ കുട്ടിയെ നോക്കി വെച്ചതാണെങ്കിൽ, ആ അറബിക്ക് ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ പരിസരങ്ങളും വീടും എല്ലാം അറിയുന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ഈ അറബിയെ അറിയില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു ആ കാര്യം. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയണമെന്നില്ല. പക്ഷേ ഈ കുട്ടിയെ അറിയുന്നൊരു അറബിയാണെങ്കിൽ, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുട്ടിയെ അറിയുന്ന അറബി, കുട്ടിയുടെ വീട്ടുകാരെ അറിയുന്ന അറബി ഇങ്ങനെയാണെങ്കിൽ, പിന്നെ ഈ കുട്ടി പേടിച്ച് വീട്ടിൽ പറഞ്ഞിട്ടില്ല നൂറ ഇത്. ഒരു പക്ഷേ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായി വരുന്നു? ഇനി ഈ നൂറ വന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഈ അറബി ആരാണെന്നും ഈ അറബിയെ ആർക്കെങ്കിലും അറിയുമോ എന്നുള്ളതും നമുക്കറിയും, നമുക്ക് മനസ്സിലാവും. അറബിക്ക് എന്താണെങ്കിലും കുട്ടിയെ അറിയാം.
കുട്ടിയെ കൊണ്ടുപോകേണ്ട സ്ഥലം അറിയാം, പരിസരം അറിയാം, ചുറ്റുപാടറിയാം. കുട്ടിയിലേക്ക് എത്തേണ്ട ഒരു വഴി മാത്രമായിരുന്നു അയാൾക്ക് കുട്ടിയോട് വഴി ചോദിക്കൽ. മനസ്സിലായോ? പേടിച്ചിട്ട് ആ കുട്ടി ഇത് വീട്ടിൽ പറയാതിരുന്നത്. ആ അറബിക്ക് അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ആ പ്രായത്തിലുള്ള കുട്ടികൾ പേടിക്കും. പേടിപ്പിച്ചാൽ കത്തി വെച്ചാൽ പേടിച്ചിട്ടുള്ള കൊന്നു കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വീട്ടിൽ പറയൂ? പറയാൻ പറ്റുമോ കുട്ടിക്ക്? അപ്പോൾ ആ അറബിയെ അറിയുന്നവർ ഉണ്ട്. നൂറ പറയുമ്പോൾ അറിയുന്നവർക്ക് ആ അറബിയെ മനസ്സിലാവും. പിന്നെ ഇവരൊക്കെ അനുഭവിച്ച ഈ വിഷമങ്ങളൊക്കെ ആദിലേൻ്റെ കേസിലാണെങ്കിലും നൂറയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിനകത്തുനിന്ന് തന്നെയാണ്. ആദിലേൻ്റെ സ്റ്റോറി ഇൻകംപ്ലീറ്റാണ്, അനുഭവങ്ങൾ വീട്ടിൽ നിന്നാണ്. അത് ഇൻകംപ്ലീറ്റാണ്. പിന്നെ നൂറയുടെ കാര്യം ഇനി ഇത് മാത്രമല്ല, ഇനിയും കമൻറ്റ് ബോക്സിൽ വേറെ കുറേ ഉണ്ട്. ഇനിയുള്ള കമൻറ്റ് ബോക്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവം ഉപ്പ നിനക്ക് നെക്ലേസ് മേടിച്ച് തന്നു, കുറേ അബോഷന് ശേഷം കുട്ടി ഉണ്ടായി, ആ ഉപ്പ നിന്നെ നന്നായിട്ട് നോക്കി, ഇങ്ങനെ വളർത്തി അങ്ങനെ വളർത്തി, ഷോപ്പിന് നിൻ്റെ പേരിട്ടു. ഇതിൽ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ ഷോപ്പിന് പേരിട്ട കാര്യമൊക്കെ, അതും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഉപ്പക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ്, സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് എൻ്റെ പേര് തന്നെ ഇട്ടേക്കുന്നത് പുള്ളി. ഞാൻ പറഞ്ഞില്ലേ 3 അബോഷൻ എൻ്റെ അമ്മക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. അത്രക്കും എന്താ പറയുക, ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ നിലത്തും തൊടിക്കൂല, തലയിലും വെക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നെ ഭയങ്കര എന്താ പറയുക കാര്യമായിരുന്നു. പക്ഷെ ഉപ്പയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ അത് ഉപ്പനോട് പറയും, ഉപ്പയെ ഞാൻ തോറ്റ്, എന്താണ് എനിക്കിത്ര മാർക്ക് കിട്ടിയില്ല. അപ്പോൾ ഉപ്പ പറയും അത് കുഴപ്പമില്ല നൂറ മോളെ, അത് പ്രശ്നമല്ല, ഇനി അടുത്ത തവണ പഠിക്കണം, പഠിച്ച് ജയിക്കണം. ഉപ്പക്ക് എന്ന് പറയുന്നത് ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഉപ്പൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം, ഒരു ജോലി കിട്ടണം, റാദർ ദാൻ കല്യാണം, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും. പിന്നെ പോയി ഞങ്ങളെ റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉപ്പനോട് കുറേ പറഞ്ഞു. പക്ഷെ ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഓല ആക്സെപ്റ്റ് ചെയ്യരുത്, ഓളെന്താണ് വൃത്തികെട്ട ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഉപ്പനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപ്പയും ഭയങ്കര എന്താ പറയാ. ഇതാണ് നൂറ ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം ഇതിൽ കുറേ ആൾക്കാരുടെ കമൻസ് ഞാൻ കണ്ടു, ഇത്രയും സ്നേഹിക്കുന്ന അച്ഛൻ, ഇത്രയും സ്നേഹിക്കുന്ന സ്വന്തം കടയ്ക്ക് പേരിട്ട ഉപ്പ, ഒരു മകള് ജനിച്ചു, ആ മകളുടെ സ്നേഹം, മകളോടുള്ള സ്നേഹം ഒരു കടയ്ക്ക് പേരിട്ടിട്ട് കാണിച്ച അയാൾ വലിയ ആയോ? അതിൻ്റെ മുകളിൽ തീർന്നോ? മക്കളെ ഇഷ്ടം മനസ്സിലാക്കി, മക്കളെ എങ്ങനെയാണ്, എന്തിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴല്ലേ ഒരു ഉപ്പയാവുന്നത്. ഇന്ന് ആ കടയ്ക്ക് ആ പേരുണ്ടോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടോ ഉണ്ടോ? ഇല്ലാത്തവരൊന്ന് പോയി ചോദിക്കുക, പറയാൻ പറ്റുമെങ്കിൽ അവരൊന്ന് പറയട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഇന്ന് ആ കടയ്ക്ക് ആ പേരാണ്. അപ്പം പറയും മകൾ പോയോണ്ട് കടയിൻ്റെ പേര് മാറ്റിക്കൂടെ. ഉപ്പാക്ക് മകളോടുള്ള സ്നേഹം മാറില്ലല്ലോ. അങ്ങനെയാണല്ലോ ഗ്രേറ്റ് ഫാദർ. ഇപ്പം ഗ്രേറ്റ് ഫാദർ പോർട്രേറ്റിംഗ് ആണല്ലോ നടക്കണേ. മകൾ പോയതുകൊണ്ട് ആ ഉപ്പാക്ക് ആ സ്നേഹം പോകണമെന്നില്ലല്ലോ. ആ കടേൻ്റെ പേര് അങ്ങനെ തന്നെ ഉണ്ടല്ലോ, മകളുടെ ഓർമ്മയിൽ. അങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടാവുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഓടിക്കയറിയിട്ട് ഈ കുട്ടീനെ പറയുന്നുണ്ട്, നെക്ലേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഉപ്പാൻ്റെ ഒന്നും വേണ്ട, ഉപ്പ തന്ന നെക്ലേസ് മതി. ഉപ്പ സ്നേഹിച്ച് മകക്ക് കൊടുത്തത്, ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്നേഹം സ്വന്തം പാർട്ട്ണർക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അത് അതിലേക്ക് നൂറ കൊടുത്തത്. അതിലൊരു തെറ്റെന്താ? അതിലെന്താ തെറ്റുള്ളത്? ഉപ്പയും ഉമ്മയും എന്താണെങ്കിലും വരില്ല. അപ്പോൾ അവരുടെ സ്നേഹമുള്ള ഒരു സാധനം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രസൻസോട് കൂടി കൊടുക്കുന്നത്, അതിനെന്താ വിഷയം എന്താ ഉള്ളത്? അപ്പോൾ അതിലും പ്രശ്നമില്ലായിരിക്കും. കഥ പറഞ്ഞപ്പോൾ പ്രശ്നം, ഇത് പറഞ്ഞപ്പോൾ എല്ലാം പ്രശ്നങ്ങളാണല്ലേ. നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലേ മക്കളെ? ഞാനിതാ ചോദിക്കുന്നത്. ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരാളും ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ആരുടെയും മൈൻഡിൽ പോയില്ലേ ഈ അറബിക്ക് ഈ കുട്ടിയെ അറിയുമായിരുന്നെങ്കിൽ എന്നുള്ളത്? നമ്മുടെയൊക്കെ വീടുകൾ കാണും അല്ലേ? ചില വീടുകളിലൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് നമുക്ക് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വന്നു പോകുന്നവരെ അറിയില്ല, പക്ഷെ നമ്മളെ വീട്ടിൽ വന്നു പോകുന്ന ആൾക്കാർക്ക് നമ്മളറിയുമായിരിക്കും. മനസ്സിലായോ? നമുക്ക് ചിലപ്പോൾ അവർ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, നമ്മളവരെ ചിലപ്പോൾ നമ്മൾ കുട്ടികളാണ്, നമ്മൾ മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ കാണാത്തപ്പോഴും നമ്മൾ ഇല്ലാത്തപ്പോഴും ആയിരിക്കും അവർ വരുന്നത്. അങ്ങനെ ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ അറബിക്ക് ഈ കുട്ടിയെ അറിയാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഞാൻ പറയാം, ഏതെങ്കിലും ഒരു വീട്ടിൽ എക്സ് ഓർ വൈ ഒരു വീട്ടിൽ എന്താ പറയുക, ഒരു ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും രീതിയിൽ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു വ്യക്തി
ആ വീട്ടിൽ വന്നു കൊണ്ടുപോകും. ഈ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, അവിടെ 2-3 കുട്ടികളുണ്ട്. ഈ വന്നു പോകുന്നവൻ ഒരു മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. അയാൾ ഈ കുട്ടിയെ നോട്ടം ഇട്ട് വെച്ചു. ആ കുട്ടിക്ക് ഇയാൾ സ്ട്രേഞ്ചറാണ്. ഈ വ്യക്തിക്ക് ഈ കുട്ടി സ്ട്രേഞ്ചർ അല്ല. ഇറ്റ്സ് എ സോഫ്റ്റ് ടാർഗറ്റ്, ബ്ലഡി സോഫ്റ്റ് ടാർഗറ്റ്. മനസ്സിലായോ? പിന്നെ ഈ ലൈവിൽ 8ഉം കട്ടും ഒക്കെ ആയിട്ടാണ് ഈ സാധനം പുറത്ത് വന്നിട്ടുള്ളത്. പിന്നെ അത് കംപ്ലീറ്റ്ലി ആരും കേട്ടിട്ടില്ല ഈ കഥ. അപ്പം പിന്നെ ഇങ്ങനത്തെ ഊഹാപോഹങ്ങളൊക്കെ വരും. പറയുന്നവരോട് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ കംപ്ലീറ്റ് കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ബട്ട് ദേർ ആർ പീപ്പിൾ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്നത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഇവിടെ അറിയുന്ന ആളുകൾ. പിന്നെ ഇനിയും ഇവരുടെയൊക്കെ ഫാമിലിയിൽ സഫർ ചെയ്ത് പോകുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഉണ്ടാവില്ലേ? എത്രയോ ഫാമിലിയിൽ എത്രയോ പേരില്ല അതേപോലെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, അതും ഉണ്ടാവും. അവർക്കും കഥകൾ പറയാനുണ്ടാവും. മനസ്സിലായോ? ഇങ്ങനത്തെയൊക്കെ സ്റ്റോറി കേൾക്കുമ്പോൾ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്ലീസ് അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ? അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇനി സംശയങ്ങൾ തോന്നാം, ഞാൻ ഒന്നും പറഞ്ഞ സംശയങ്ങൾ തോന്നണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവർ ആ കംപ്ലീറ്റ് കഥ പറയട്ടെ, അവർ കംപ്ലീറ്റ് അവരുടെ ലൈഫ് പറയട്ടെ, പുറത്തിറങ്ങിയിട്ട് അവർ പറയട്ടെ. അപ്പം അതിലൊരു ഓഡിറ്റ് വയ്ക്കാം. ഓക്കെ?